ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇൻകം ഫ്രം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേഷൻ ആണ്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് നമ്മുടെ എംകോം എക്സാമിനേഷനിൽ. ഇതിന്റെ തിയററ്റിക്കൽ ക്വസ്റ്റ്യൻസ് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച് കാണാറുണ്ട്. തിയറി പ്ലസ് പ്രോബ്ലംസ് ആണ് ഇന്ന് നമ്മൾ ഫോക്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ എംകോം തേർഡ് സെമസ്റ്റർ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസിന് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ക്ലാസ് പ്രധാനമായിട്ടും ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ മറ്റുള്ള എംകോം സ്റ്റുഡൻസിനും അതുപോലെ തന്നെ ബികോം സ്റ്റുഡൻസിനും ഈ ഒരു വീഡിയോ ക്ലാസ് റെഫർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ഡീലിംഗ് ദ സെക്ഷൻ ബിറ്റ്വീൻ 45 to 55, സെക്ഷൻ 45 മുതൽ 55 വരെയുള്ള സെക്ഷൻ ആണ് ക്യാപിറ്റൽ ഗെയിൻ ഓർ ലോസ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ എന്താണ് ക്യാപിറ്റൽ ലോസ് എന്ന് പറയുന്നത്? അതിന്റെ ഏറ്റവും ബേസ് മീനിങ് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്? നിങ്ങളുടെ കയ്യിൽ ഒരു 5 ഏക്കർ ലാൻഡ് ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം. 5 ഏക്കർ സ്ഥലം ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. അത് നിങ്ങൾ എന്ത് ചെയ്തു? സെല്ല് ചെയ്തു, വിറ്റു. അപ്പൊ നിങ്ങൾക്ക് ഒരു ലാഭം കിട്ടിയില്ലേ? ദിസ് വൺ ഈസ് ക്യാപിറ്റൽ ഗെയിൻ. നിങ്ങളുടെ കുറച്ച് സ്ഥലം നിങ്ങളുടെ പേരിൽ ഉണ്ടായിരുന്നു, ആ സ്ഥലം നിങ്ങൾ എന്ത് ചെയ്തു? വിറ്റു. ഹിയർ ക്യാപിറ്റൽ ഗെയിൻ ഒക്യൂസ്, ഹിയർ ക്യാപിറ്റൽ ഗെയിൻ ഒക്യൂസ്. അങ്ങനെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് നമ്മൾ പ്രധാനമായിട്ടും പറയും. ഇവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലം വിൽക്കുന്ന സമയത്ത് ലാഭം ഉണ്ടാവുക, അതിനെ ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. ചിലപ്പോൾ നഷ്ടം ഉണ്ടാവും, അതിനെ ക്യാപിറ്റൽ ലോസ് എന്ന് പറയാം. സെക്ഷൻ 45 മുതൽ 55 വരെയാണ് ഈ ഒരു ക്യാപിറ്റൽ ഗെയിൻ അല്ലെങ്കിൽ ക്യാപിറ്റൽ ലോസ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ കയ്യിലുള്ള ഒരു സ്ഥലം വിൽക്കലാവാം, അതുപോലെ തന്നെ നമ്മുടെ ജ്വല്ലറി നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് വിൽക്കുന്നതിന് അതിനെ നമുക്ക് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. ജ്വല്ലറി വിൽക്കുന്നതും നമ്മുടെ ക്യാപിറ്റൽ ഗെയിനിന്റെ ഉള്ളിൽ വരുന്നതാണ്. ജ്വല്ലറി ഈസ് എ ക്യാപിറ്റൽ അസറ്റ്. ഓക്കെ. അതുപോലെ തന്നെ ഷെയർ ആവാം, ഇക്വിറ്റി ഷെയർ ആവാം. അങ്ങനെയുള്ള ലോങ് ടേം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിൽക്കുന്നതിനെ നമുക്ക് എന്ന് പറയാം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാം. അപ്പൊ ഞാൻ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്ലൈഡ് മുഴുവനായിട്ട് എന്റെ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ചാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ക്വാളിറ്റി കൂട്ടിയിട്ട് ഈ വീഡിയോ ക്ലാസ് കാണുക. ക്വാളിറ്റി ഒരു 720 p ഇട്ടിട്ട് നിങ്ങൾ ഇതിന്റെ വീഡിയോ ക്ലാസ് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ഇവിടെ ക്വാളിറ്റി കൂട്ടാനുള്ള ഓപ്ഷൻ ഏറ്റവും സൈഡിൽ, അതായത് റൈറ്റ് സൈഡിൽ മുകളിലായിട്ടുണ്ടാവും. അപ്പോൾ അവിടെ ആ 3 ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ക്വാളിറ്റി കൂട്ടാനുള്ള ഓപ്ഷൻ വരും. അപ്പോൾ 720 p ഇട്ടിട്ട് തന്നെ ഈ വീഡിയോ ക്ലാസ് മുഴുവനായിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കാം. കാരണം ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ വീഡിയോ ക്ലാസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ എക്സാം വളരെ അടുത്തതായതുകൊണ്ട്, എക്സാം വളരെ നിയർ ആണ്, എംകോം തേർഡ് സെമസ്റ്റർ എക്സാം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് ഉപയോഗിച്ചുകൊണ്ട് ഈ വീഡിയോ ക്ലാസ് ചെയ്യാന്ന് വെച്ചത്. ടൈപ്പ് ചെയ്യാനുള്ള ഒരു ടൈം എനിക്ക് കിട്ടിയില്ല, അതുകൊണ്ടാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ടേബിൾ വളരെ റിപ്പീറ്റഡ് ആയിട്ട് എംകോം എക്സാമിനേഷനിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എക്സംഷൻസ് ഫ്രം ക്യാപിറ്റൽ ഗെയിൻ. ഈ ഒരു ടേബിൾ മുഴുവനായിട്ട് എക്സംഷൻസ് ഫ്രം ക്യാപിറ്റൽ ഗെയിൻ ആണ് ഡീൽ ചെയ്യുന്നത്. വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. ക്യാപിറ്റൽ ഗെയിനിൽ കിട്ടുന്ന എക്സംഷൻസ് ബെനിഫിറ്റ് ഏതൊക്കെയെന്നാണ് ചിലപ്പോൾ ചോദിക്കാം. അപ്പോൾ ഈ ഒരു ചോദ്യത്തിലേക്ക് വരുന്നത്, ഈ ഒരു ടേബിൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമുക്ക് ഇതിന്റെ ബേസിക് കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ഈ ഒരു ടേബിൾ വളരെ ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പൊ എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്? നമുക്ക് ആ ടേബിളിലേക്ക് വരാം. ഈ ഒരു ടേബിളിലേക്ക് നമുക്ക് എല്ലാം എക്സ്പ്ലെയിൻ ചെയ്തതിന് ശേഷം വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു ടേബിളിലേക്ക് വരാം. ആദ്യം നമുക്ക് ബേസിക് കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷം ആ ടേബിൾ നമുക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സംഷൻ ഫ്രം ക്യാപിറ്റൽ ഗെയിൻ എന്തൊക്കെയാണെന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ. അപ്പോൾ ക്യാപിറ്റൽ ഗെയിൻ സെക്ഷൻ 45 മുതൽ സെക്ഷൻ 55 വരെയാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് നമുക്കറിയാം. അപ്പൊ സെക്ഷൻ 45 മുതൽ 55 വരെ അല്ലേ സ്റ്റാർട്ട് ചെയ്യുന്ന സെക്ഷൻ 45 അല്ലേ? ഇതിനെയാണ് നമ്മൾ ചാർജിങ് സെക്ഷൻ എന്ന് പറയാം. ചാർജിങ് സെക്ഷൻ ഓഫ് ക്യാപിറ്റൽ ഗെയിൻ ഈ സെക്ഷൻ 45. അപ്പൊ നിങ്ങൾക്ക് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് സെക്ഷൻ 45 to 55 വരെയാണ് ക്യാപിറ്റൽ ഗെയിൻ ഡീൽ ചെയ്യുന്നത്. സെക്ഷൻ 45നെ ചാർജിങ് സെക്ഷൻ എന്നാണ് പറയാം. അപ്പൊ എസെൻഷ്യൽ ഫോർ ദ ട്രാൻസാക്ഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ക്യാപിറ്റൽ അസറ്റ് ആവണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് എസെൻഷ്യൽ 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. There should be a transfer of asset. അതായത് നിങ്ങൾ ഒരു അസറ്റ് ട്രാൻസ്ഫർ ചെയ്യണം. അതായത് നിങ്ങളുടെ കയ്യിലുള്ള സ്ഥലം നിങ്ങൾ വിൽക്കുകയാണെന്ന് വിചാരിക്കാം. 5 സെന്റ് സ്ഥലം നിങ്ങളുടെ കയ്യിലുണ്ട്. ആ 5 സെന്റ് നിങ്ങൾ വിൽക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ വിൽക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? മറ്റൊരാളിലേക്ക് അത് എന്ത് ചെയ്യണം? ട്രാൻസ്ഫർ ചെയ്യുകയാണ്. വിൽക്കുകയല്ലേ, മറ്റൊരാൾക്കല്ലേ അത് കൊടുക്കുന്നത്. ആ ലാൻഡ് വേറൊരാൾക്ക് എന്ത് ചെയ്യണം? വിൽക്കുകയാണ്. ദാറ്റ് ഈസ് എ ട്രാൻസ്ഫർ ഓഫ് അസറ്റ്. ദെൻ ട്രാൻസ്ഫേർഡ് അസറ്റ് ക്യാപിറ്റൽ അസറ്റ് ആയിരിക്കണം. അതായത് ലാൻഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കണം, ലോങ് ടേം ബെനിഫിറ്റിൽ നിൽക്കുന്നതായിരിക്കണം. ദെൻ ട്രാൻസ്ഫർ മസ്റ്റ് ബി ഇൻ ദ പ്രീവിയസ് ഇയർ. ദീസ് ആർ ദ 3 എസെൻഷ്യൽ ഫോർ ദ ട്രാൻസാക്ഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ്. ഇനി നമുക്ക് ക്യാപിറ്റൽ അസറ്റ് എന്താണെന്നുള്ളത് ഒരു ചെറിയൊരു ഡെഫിനേഷൻ നോക്കാം. എനി കൈൻഡ് ഓഫ് മൂവബിൾ, ഒരാളുടെ കയ്യിൽ നിന്ന് മറ്റൊരാളുടെ കയ്യിലേക്ക് മൂവ് ചെയ്യുന്നതാവാം. ഇമ്മൂവബിൾ ആവാം. നമ്മൾ പറഞ്ഞ ലാൻഡ് പോലുള്ള കാര്യങ്ങൾ മൂവ് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ, അവിടെ തന്നെയല്ലേ ലാൻഡ് നമുക്ക് ഒരു സ്ഥലത്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ടാൻജിബിൾ, ഇൻടാൻജിബിൾ ആവാം. ഇൻക്ലൂഡ്സ് പേഴ്സണൽ അസറ്റ്സ്. ഇതൊക്കെ നമുക്ക് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് പറയാവുന്നതാണ്. പേഴ്സണൽ അസറ്റ്സ് മീൻസ് ജ്വല്ലറി, ഗോൾഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് പേഴ്സണൽ അസറ്റിൽ വരിക. അപ്പൊ ഇതാണ് ക്യാപിറ്റൽ അസറ്റിന്റെ ഒരു ഡെഫിനിഷൻ. സെക്കൻഡ് പേജ്, അസറ്റ് നോട്ട് കൺസിഡേർഡ് ആസ് ക്യാപിറ്റൽ അസറ്റ്. സ്റ്റോക്ക് ഇൻ ട്രേഡ്,
ഹെൽഡ് ഫോർ ദ ബിസിനസ് ഓർ പ്രൊഫഷൻ, ഇതൊന്നും നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കാണിക്കാറില്ല. അതായത് നമ്മുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽസ് ബിസിനസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്, അത് റോ മെറ്റീരിയൽസ് വിറ്റ് കഴിഞ്ഞാൽ അത് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യില്ല. പേഴ്സണൽ എഫർട്സ് ലൈക്ക് നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചർ, കാറ്, അങ്ങനെയുള്ള നമ്മുടെ വീട്ടിലുള്ള കാറ് വിറ്റാൽ അതൊന്നും നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യില്ല. ദെൻ 6.5% ഗോൾഡ് ബോണ്ട്, സ്പെഷ്യൽ ബിയറർ ബോണ്ട്, ഗോൾഡ് ഡെപ്പോസിറ്റ് ബോണ്ട്, ഇതൊന്നും ക്യാപിറ്റൽ അസറ്റ് അല്ല. അപ്പം നമ്മുടെ വീട്ടിലുള്ള ഫർണിച്ചർ ഒക്കെ വിറ്റാൽ നമ്മൾ എങ്ങനെ ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാം? ഒരിക്കലും പറയാൻ പറ്റില്ല. ദാറ്റ് ഈസ് അസറ്റ് നോട്ട് കൺസിഡർ ആസ് ക്യാപിറ്റൽ അസറ്റ്. റിപ്പീറ്റഡ് തിയറി ക്വസ്റ്റ്യൻ ഫ്രണ്ട്സ്, റിപ്പീറ്റഡ് ആയിട്ടുള്ള തിയറി ക്വസ്റ്റ്യൻ ആണ്. Asset not considered as capital asset. Okay, asset not considered as capital asset. Stock, raw materials, stock in trade, raw materials held for business or profession, personal effects like furniture, car, etc. 6.5% gold bond, special bearer bond, gold deposit bond. Then capital gain, kinds of capital gain. First one, short-term capital, kinds of capital asset or capital gain. Short-term capital asset or short-term capital gain. Short-term capital asset, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്, അങ്ങനെ രണ്ട് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് നമുക്ക് ഇതിനെ തിരിക്കാൻ വേണ്ടി പറ്റും. അതായത് നമ്മുടെ കയ്യിലുള്ള അസറ്റ് 36 മാസത്തിൽ താഴെയുള്ള അസറ്റ് ആണെങ്കിൽ, ലെസ് ദാൻ 36, 36 മാസത്തിൽ താഴെയുള്ള അസറ്റ് ആണെങ്കിൽ, നോട്ട് മോർ ദാൻ 36 മന്ത്സ് എന്നാണ് പറയുന്നത്. അതായത് ലെസ് ദാൻ 36 എന്നാണ് അതിനർത്ഥം. നോട്ട് മോർ ദാൻ 36 മന്ത്സ് എന്ന് പറഞ്ഞതിന് അർത്ഥം എന്താണ്? ലെസ് ദാൻ 36. 36 മാസത്തിൽ താഴെയുള്ള അസറ്റ് ആണെങ്കിൽ അതിനെ നമുക്ക് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാം. ഓക്കെ, പക്ഷെ ചില സാഹചര്യം ഞാനിത് ഒന്നുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. 36 മാസത്തിൽ താഴെയുള്ള അസറ്റ് ആണെങ്കിൽ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാം. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിലോ മോർ ദാൻ 36 അല്ലേ, മോർ ദാൻ 36 മന്ത്സ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും, LTC എന്ന് പറയാൻ വേണ്ടി. ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെങ്കിൽ 36 മാസം, അതായത് നമ്മളൊരു അസറ്റ് വാങ്ങിയിട്ട്, ഞാൻ എക്സാമ്പിൾ തരാം, നിങ്ങളൊരു അസറ്റ് വാങ്ങുകയാണെന്ന് വിചാരിക്കാം. അത് നിങ്ങൾ 36 മാസം, അതായത് 36 മാസം എന്ന് പറഞ്ഞാൽ 3 വർഷത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് എന്ന് പറയാൻ വേണ്ടി പറ്റും ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാൻ വേണ്ടി വരും. 36 മാസം, 3 വർഷത്തിനുള്ളിൽ നിങ്ങൾ ആ അസറ്റ് വിൽക്കുന്നതാണെന്ന് വിചാരിക്കാം. അതായത് നിങ്ങളൊരു 5 സെന്റ് സ്ഥലമുണ്ട് നിങ്ങൾക്ക്, ആ 5 സെന്റ് സ്ഥലം 3 വർഷത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കോൾഡ് എ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്. 3 മാസത്തിന് ശേഷമാണ് അത് വിൽക്കുന്നതെങ്കിൽ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും. അതായത് സോറി 3 വർഷമാണ് 3 ഇയേഴ്സ് ആണ് കേട്ടോ, 3 ഇയേഴ്സ് 36 മാസം എന്ന് പറയുന്നത് 3 ഇയേഴ്സ് ആണ്. 3 ഇയേഴ്സിനുള്ളിൽ നിങ്ങളൊരു അസറ്റ് വിൽക്കുകയാണെങ്കിൽ, 3 ഇയേഴ്സിനുള്ളിൽ നിങ്ങൾ ഒരു അസറ്റ് വിൽക്കുകയാണെങ്കിൽ അതിനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ്സ്. 3 ഇയേഴ്സിന് മുകളിലേക്ക് വിൽക്കുകയാണെങ്കിൽ, മോർ ദാൻ 3 ഇയേഴ്സ് ആണെങ്കിൽ അതിനെ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ് എന്ന് പറയാം. ഇത്രയാണ് ആദ്യം തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയുന്നത് 36 മാസത്തിന് താഴെ, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ്സ് 36 മാസത്തിന് മുകളിൽ. അപ്പൊ ചില സാഹചര്യങ്ങളിൽ 12 മാസം, 1 വർഷം ഉപയോഗിച്ചാൽ തന്നെ അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കും. ചില സാഹചര്യങ്ങളിൽ മാത്രം. സാധാരണഗതിയിൽ മോർ ദാൻ 3 ഇയേഴ്സ് അല്ലെങ്കിൽ മോർ ദാൻ 36 മന്ത്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക. ചില സാഹചര്യങ്ങളിൽ 1 വർഷം ഉപയോഗിച്ചാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, അത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അത് ഞാൻ ഇവിടെ ഏതൊക്കെയാണ് കൊടുത്തിട്ടുണ്ട്. ഏതൊക്കെയാ? ഇക്വിറ്റി ഓർ പ്രിഫറൻസ് ഷെയർസ്, security listed in recognized stock exchanges in India, unit of the unit trust of India, zero coupon bond. ഇതൊക്കെ 36 മാസം വേണ്ട, 1 വർഷം യൂസ് ചെയ്താൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് കണക്കാക്കും. 1 വർഷം 1 ഇയർ യൂസ് ചെയ്താൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇത് ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. 1 വർഷം യൂസ് ചെയ്താൽ മതി. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും 3 വർഷം മിനിമം, 36 മാസം യൂസ് ചെയ്താലേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, 36 മാസത്തിന് മുകളിലേക്ക് യൂസ് ചെയ്താൽ മാത്രമേ നമ്മൾ ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുള്ളൂ. പക്ഷേ ചില സാഹചര്യം ഇക്വിറ്റി ഷെയർ, പ്രിഫറൻസ് ഷെയർ, സെക്യൂരിറ്റീസ് ലിസ്റ്റഡ് ഇൻ ദ റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്, യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, യൂണിറ്റ് ഓഫ് ദ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ, സീറോ കൂപ്പൺ ബോണ്ട്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, 1 വർഷം 12 മാസം യൂസ് ചെയ്താൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ദെൻ ട്രാൻസ്ഫർ. ഇവിടെയും നിങ്ങൾക്ക് പ്രധാനമായിട്ട് നോക്കാനുള്ളത് ട്രാൻസ്ഫർ എന്നുള്ളതാണ്. ആ ക്യാപിറ്റൽ ഗെയിനിൽ ഒരു ഡെഫിനിഷൻ പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 47 ട്രാൻസ്ഫർ ആണ്. അപ്പോൾ ട്രാൻസ്ഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ നമ്മളൊരു സെയിൽ, എക്സ്ചേഞ്ച് ഓർ റിലിംഗ്വിഷ്മെന്റ് ഓഫ് എ ക്യാപിറ്റൽ അസറ്റ്, ദാറ്റ് മീൻസ് എക്സ്റ്റിംഗ്വിഷ്മെന്റ് ഓഫ് എ റൈറ്റ്സ് ഓഫ് ദ ക്യാപിറ്റൽ അസറ്റ്. ദാറ്റ് മീൻസ് ട്രാൻസ്ഫർ മീൻസ് നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കിയാൽ മതി. ട്രാൻസ്ഫർ എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള അസറ്റ് ഒന്നുകിൽ വിൽക്കലാവാം അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ആവാം. ഇതിനൊക്കെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുക. സെക്ഷൻ 2 സബ്സെക്ഷൻ 47 ആണ് ഡീൽ ചെയ്യുന്നത്. അത്ര മാത്രം ആലോചിച്ചാൽ മതി. കൂടുതലായിട്ടൊന്നും ഇതിനെക്കുറിച്ച്
നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. സെക്ഷൻ 2 സബ്സെക്ഷൻ 47 നമ്മുടെ കയ്യിലുള്ള ലാൻഡ് മറ്റൊരാൾക്ക് വിൽക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് കോൾഡ് സെയിൽ ഓർ എക്സ്ചേഞ്ച് ഓഫ് എ ക്യാപിറ്റൽ അസറ്റ് ഈസ് കോൾഡ് ട്രാൻസ്ഫർ ഇൻ ദ ക്യാപിറ്റൽ അസറ്റ്. ഇറ്റ് ഡീൽസ് ദ സെക്ഷൻ 2 സബ്സെക്ഷൻ 47. ഓക്കെ. ദെൻ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? അതാണ് ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എങ്ങനെയൊക്കെയാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് വൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് എന്താ? ലെസ് ദാൻ 36 മന്ത്സ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? മോർ ദാൻ 36 മന്ത്സ്. അപ്പോൾ ഫസ്റ്റ് വൺ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത്. സെയിൽസ് കൺസിഡറേഷൻ മീൻസ് ഒരു അസറ്റ് വിൽക്കുമല്ലോ, നമ്മൾ ഒരു അസറ്റ് വിൽക്കുമല്ലോ. ഇതിൻ്റെ ഒരു ഫോർമാറ്റ് ആണ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത്. സെയിൽസ് കൺസിഡറേഷൻ, അതായത് നിങ്ങൾ ഒരു 10 ലക്ഷത്തിന് രൂപയ്ക്ക് വാങ്ങിയ ഒരു അസറ്റ് നിങ്ങളത് വിൽക്കുന്നത് 20 ലക്ഷം രൂപയ്ക്കാണെന്ന് വിചാരിക്കുക. ഈ 20 ലക്ഷമാണ് സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സെയിൽസ് കൺസിഡറേഷൻ അതിനെ ഫുൾ വാല്യൂ FVC എന്ന് പറയാറുണ്ട്, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറയാറുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഇതുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ഒരു ലാൻഡൊക്കെ വിൽക്കുമ്പോൾ ബ്രോക്കറൊക്കെ ഉണ്ടാവില്ല, ബ്രോക്കർക്ക് പൈസ കൊടുക്കേണ്ടി വരില്ലേ ലാൻഡ്. അതായത് നമുക്കൊരു ബ്രോക്കർ ഇല്ലാതെ നമുക്ക് സെന്റ് സ്ഥലങ്ങളൊക്കെ വെക്കാൻ വേണ്ടി പറ്റുമോ? ചാൻസ് കുറവാണ് അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ബ്രോക്കറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അതിനാണ് എക്സ്പെൻസ് ഓൺ ട്രാൻസ്ഫർ, കമ്മീഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് സെയിൽ വാല്യൂയിൽ നിന്ന് ബ്രോക്കറേജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് നമുക്ക് എന്ത് കിട്ടും? സെയിൽസ് കൺസിഡറേഷൻ കിട്ടും. ഇതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മീൻസ് CA. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കുറക്കാം, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കുറക്കാം. കോസ്റ്റ് ഓഫ് അക്വിസിഷനും കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് എന്താണ്? കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മീൻസ് നിങ്ങൾ വാങ്ങിയ അസറ്റിന്റെ പ്രൈസ്, അതായത് നിങ്ങൾ 10 ലക്ഷം രൂപയ്ക്കല്ലേ അസറ്റ് വാങ്ങിയത്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും നിങ്ങളൊരു വീടാണ് വാങ്ങുന്നതെങ്കിൽ ആ വീട് വാങ്ങി വിറ്റാലും അത് ക്യാപിറ്റൽ ഗെയിൻ ആണ്. ആ വീട് വാങ്ങിയിട്ട് വിറ്റാലാണ് ക്യാപിറ്റൽ ഗെയിൻ വരിക. വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോഴാണ് ഹൗസ് പ്രോപ്പർട്ടി വരിക. വീട് ലെറ്റ് ഔട്ടിന് കൊടുക്കുമ്പോഴാണ് ഹൗസ് പ്രോപ്പർട്ടി വരിക. വീട് വിൽക്കുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ആണ് വരിക. വീട് വിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ലാഭം ക്യാപിറ്റൽ ഗെയിൻ ആണ്. വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോഴാണ് ഹൗസ് പ്രോപ്പർട്ടി ഇൻകം വരുന്നത്. അപ്പം അത് പ്രത്യേകം മനസ്സിലാക്കണം. ഹൗസ് പ്രോപ്പർട്ടി ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല, ഞാൻ വീഡിയോ ചെയ്യും. അതിന്റെ സ്ലൈഡ്സ് ഒക്കെ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ പിന്നീട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇത്ര മാത്രം മനസ്സിലാക്കുക. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് നിങ്ങളൊരു അസറ്റ്, ഇപ്പോൾ ഒരു വീടൊക്കെ വാങ്ങിയിട്ട് അത് വിൽക്കുകയാണെങ്കിൽ നമുക്ക് അതിന് ക്യാപിറ്റൽ അസറ്റ് എന്ന് പറയാം. വീട് വാടകയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ ഹൗസ് പ്രോപ്പർട്ടിയാണ്. വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ കിട്ടുന്ന ഇൻകം ഹൗസ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ വീട് വിൽക്കുന്ന ഇൻകം ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നിങ്ങൾ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുന്നത്, ഇപ്പം നിങ്ങൾ ആ ഒരു വീട് വാങ്ങിയിട്ട് ചിലപ്പോൾ അഡീഷണൽ ആയിട്ട് ചിലപ്പോൾ ഒരു ഒരു റൂം എക്സ്ട്രാ എടുത്തു എന്ന് വിചാരിക്കാം. നിങ്ങളൊരു വീട് വാങ്ങി, ആ വീട് വിറ്റാൽ നമ്മൾ എന്ത് ചെയ്യും? ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. അപ്പോൾ ആ വീടിന് നിങ്ങൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അതിനാണ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറയുക. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങളൊരു റൂം എക്സ്ട്രാ എടുത്തു, നിങ്ങൾ വീട് വാങ്ങിയിട്ട് ഒരു 2-3 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ആ വീടിന് ഒരു റൂം എക്സ്ട്രാ എടുത്തിട്ടുണ്ടാവും. ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ്. ദെൻ ഇത്രയും കുറക്കുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. ഇത്ര മാത്രം ആലോചിക്കാം. സെയിൽസ് കൺസിഡറേഷൻ, ആദ്യം നമ്മൾ അസറ്റ് വിറ്റ പൈസ, 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ അസറ്റ് 20 ലക്ഷം രൂപയ്ക്ക് വിൽക്കുകയാണെന്ന് വിചാരിക്കാം. അപ്പോൾ 20 ലക്ഷം രൂപയാണ് സെയിൽസ് കൺസിഡറേഷൻ അല്ലെങ്കിൽ FVC എന്ന് പറഞ്ഞാൽ എഴുതാം. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക? ബ്രോക്കറേജ്, കമ്മീഷൻ അങ്ങനെയുള്ള എക്സ്പെൻസ് ഒക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടും. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് വാങ്ങിയ പൈസയാണ്. അതായത് 10 ലക്ഷം രൂപയ്ക്കാണ് നമ്മളത് വാങ്ങിയത്, ദാറ്റ് ഈസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും അഡീഷണൽ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന് നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും? ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയാൻ വേണ്ടി പറ്റും. ദെൻ ഇതിൽ നിന്ന് നമുക്ക് എക്സെപ്ഷൻസ് ഉണ്ട്. ഇതാണ് ഞാൻ ഫസ്റ്റ് ചാർട്ടിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. എക്സെപ്ഷൻസ് അണ്ടർ സെക്ഷൻ 54 പ്രകാരമുള്ള എക്സെപ്ഷൻസും കൂടെ കുറച്ചാലാണ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടുക. സാധാരണഗതിയിൽ ക്വസ്റ്റ്യൻസിൽ നമുക്ക് അങ്ങനെ എക്സെപ്ഷൻസ് ചോദിക്കൽ പൊതുവെ കുറവാണ്. ജനറലി സാധാരണഗതിയിൽ ചോദിക്കാറുള്ളത് സെക്ഷൻ 54 സെപ്പറേറ്റ് ആയിട്ട് തിയററ്റിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ചോദിച്ച് കാണാറുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ് എക്സെപ്ഷൻസ് കിട്ടാൻ നോക്കാം. എക്സെപ്ഷൻസ് 54 ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. എക്സംഷൻസ് എന്ന് പറയുന്നതാണ് അതിന് കുറച്ചുകൂടെ കൂടുതലായിട്ട് ശരി. എക്സംഷൻസ് അണ്ടർ സെക്ഷൻ 54. എക്സംഷൻസ് അണ്ടർ സെക്ഷൻ 54. ഇത് പ്രത്യേകം എഴുതുക, കാരണം ഇത് തിയററ്റിക്കൽ ക്വസ്റ്റൻ ആയിട്ട് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. എക്സംഷൻസ് ആണ്. നമുക്ക് ഇതിന് ഇത്രയും ഭാഗത്തിന് ടാക്സ് കൊടുക്കണ്ട, കാരണം സെക്ഷൻ 54 പ്രകാരം ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്.
സെക്ഷൻ 54 ഉണ്ട്, സെക്ഷൻ 54B ഉണ്ട്, സെക്ഷൻ 54D ഉണ്ട്, സെക്ഷൻ 54EC ഉണ്ട്, സെക്ഷൻ 54F ഉണ്ട്. ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം ഞാൻ പറയാം. ക്യാപിറ്റൽ ഗെയിനിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ബെനിഫിറ്റ് ഏതൊക്കെയാണ്? അതൊന്നാമത് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ സെക്ഷൻ 54 ആണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. സെക്ഷൻ 54 പ്രകാരം കുറെ എക്സംഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഞാൻ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. എക്സംഷൻസ് അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ഓഫ് ദ ക്യാപിറ്റൽ ഗെയിൻ എന്നൊക്കെ ചോദിക്കാം. എക്സംഷൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ബെനിഫിറ്റ്സ് ചോദിക്കാം. എങ്ങനെ വേണമെങ്കിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. എക്സംഷൻസ് ഓഫ് ദ ക്യാപിറ്റൽ ഗെയിൻ, ബെനിഫിറ്റ്സ് ഓഫ് ദ ക്യാപിറ്റൽ ഗെയിൻ എന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ഇതാണ് എഴുതുന്നത്. അപ്പോൾ ഞാൻ ഓരോ സെക്ഷനും ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ സെക്ഷൻ 54. ഇൻഡിവിജ്വൽസിനും HUFനും ക്ലെയിം ചെയ്യാൻ വേണ്ടി വരുന്ന ഒരു ഡിഡക്ഷൻ അല്ലെങ്കിൽ എക്സംഷൻ കാര്യമാണ് സെക്ഷൻ 54 എന്ന് പറയുന്നത്. റെസിഡൻഷ്യൽ ഹൗസ്, അതായത് നിങ്ങൾ താമസിക്കുന്ന വീട് നിങ്ങൾ വിറ്റിട്ട് സെല്ല് ചെയ്തിട്ട് നിങ്ങൾ മറ്റൊരു 2 റെസിഡൻഷ്യൽ ഹൗസ് ഇന്ത്യയിൽ വാങ്ങുകയാണെങ്കിൽ, അതായത് നിങ്ങൾ താമസിക്കുന്ന വീട് വിറ്റു, സെല്ല് ചെയ്തു, വിറ്റു, വേറൊരാൾക്ക് വിറ്റു, എന്നിട്ട് മറ്റ് 2 റെസിഡൻഷ്യൽ ഹൗസ് നിങ്ങൾ വേറെ സ്ഥലത്ത് നിന്ന് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 54 പ്രകാരം ഡിഡക്ഷൻ കിട്ടും. അത്രമാത്രം ആലോചിച്ചാൽ മതി. ബാക്കിയുള്ള ടേബിൾസ് ഒന്നും നിങ്ങൾ നോക്കണ്ട, വേണമെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ഇത്രയും കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ചാൽ മതി. കാരണം നിങ്ങൾ താമസിക്കുന്ന വീട്, റെസിഡൻഷ്യൽ ആയിട്ടുള്ള ഹൗസ് നിങ്ങൾ വിറ്റിട്ട് വേറെ റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സെക്ഷൻ 54 പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ദെൻ സെക്ഷൻ 54B ഏതൊക്കെ എന്നാന്ന് നോക്കാം. ഇൻഡിവിജ്വൽസിന് HUFനും ക്ലെയിം ചെയ്യാൻ വേണ്ടി വരുന്ന കാര്യമാണ്. ഈ 2 ടേബിൾ നിങ്ങൾ നോക്കണ്ട കേട്ടോ. ഇത്രയും കാര്യം നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാവില്ല, കാരണം ഇത്രയും മതി. ഈ 3 കാര്യങ്ങൾ മതി. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ എക്സാമിൽ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം മുഴുവൻ മാർക്കും കിട്ടും. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ നോക്കാം. ഈ 3 ടേബിൾ, അതായത് ഈ 3 കാര്യങ്ങൾ നിങ്ങൾ നോക്കിയാൽ മതി. ദെൻ സെക്ഷൻ 54B ഇൻഡിവിജ്വൽസിനോ HUFനും ക്ലെയിം ചെയ്യാൻ വേണ്ടി വരുന്ന ഡിഡക്ഷൻ ആണ്. അർബൻ അഗ്രികൾച്ചർ ലാൻഡ്, അതായത് നഗരപ്രദേശങ്ങളിലുള്ള അഗ്രികൾച്ചറൽ ലാൻഡ് വിറ്റിട്ട്, നിങ്ങൾ അതിന് പകരം വേറെ ഏതെങ്കിലും ഭൂമി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 54B പ്രകാരം കുറച്ച് എമൗണ്ട് എക്സംഷൻ കിട്ടും. ഓക്കെ, അർബൻ നഗരപ്രദേശങ്ങളിലുള്ള അഗ്രികൾച്ചർ ലാൻഡ് വിറ്റിട്ട് നിങ്ങൾ ഭൂമി വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 54B പ്രകാരം ഡിഡക്ഷൻ കിട്ടും. സെക്ഷൻ 54D എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ അണ്ടർടേക്കിംഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലാൻഡ് വിറ്റിട്ട് നിങ്ങൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 54D പ്രകാരം ഡിഡക്ഷൻ കിട്ടും. അതായത് ഇൻഡസ്ട്രിയൽ വ്യവസായപരമായിട്ട് നിങ്ങൾ എന്തെങ്കിലും മുൻപ് ലാൻഡ് വാങ്ങിയിട്ടുണ്ടെന്ന് വിചാരിക്കുക, അത് നിങ്ങൾ വിൽക്കുകയാണ്, സെല്ല് ചെയ്തിട്ട് നിങ്ങൾ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വേറെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 54D പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ദെൻ സെക്ഷൻ 54EC എന്ന് പറയുന്നത് എന്തെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾ വിറ്റിട്ട് ബോണ്ട് വാങ്ങുകയാണെങ്കിൽ, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോണ്ട് വാങ്ങുകയാണെങ്കിൽ, NHAI ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ നിങ്ങൾ നേരത്തെ വാങ്ങിയിട്ടുണ്ടാവും, അത് വിറ്റിട്ട് സെല് ചെയ്തിട്ട് നിങ്ങൾ ബോണ്ട് ഓഫ് NHAI, നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോണ്ട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സെക്ഷൻ 54EC പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ദെൻ സെക്ഷൻ 54F പ്രകാരം എന്തെങ്കിലും ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ വിറ്റിട്ട് നിങ്ങൾ എന്തെങ്കിലും റെസിഡൻഷ്യൽ ഹൗസ് വാങ്ങുകയാണെങ്കിൽ, നിങ്ങൾക്ക് താമസിക്കാനുള്ള ഒരു വീട് വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് 54F പ്രകാരം ഡിഡക്ഷൻ കിട്ടും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് നോക്കുക. ഇത്രയും എക്സംഷൻസ്, ഡിഡക്ഷൻസ് അവൈലബിൾ ഇൻ ദ ക്യാപിറ്റൽ ഗെയിൻ. ഇത്രയും കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കുക. ജസ്റ്റ് ഒരു സെക്ഷൻ 54, സെക്ഷൻ 54B, സെക്ഷൻ 54D, സെക്ഷൻ 54EC, സെക്ഷൻ 54F, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ അസറ്റ്സ് നോട്ട് കൺസിഡർ ആസ് ക്യാപിറ്റൽ അസറ്റും ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അസറ്റ്സ് നോട്ട് കൺസിഡർ ആസ് ക്യാപിറ്റൽ അസറ്റ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഏതൊക്കെ അസറ്റ് ആണ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാന്ന് ചോദിക്കുകയാണെങ്കിലോ അത് നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാം? ജ്വല്ലറി ക്യാപിറ്റൽ അസറ്റ് ആണ്. നമ്മുടെ ഡ്രോയിങ്സ്, പെയിന്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വിറ്റ് കഴിഞ്ഞാൽ അതും ക്യാപിറ്റൽ അസറ്റ് ആണ്. ഡ്രോയിങ്സ്, പെയിന്റിങ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിറ്റ് കഴിഞ്ഞാൽ, പിന്നെ അതുപോലെ തന്നെ ലാൻഡ്, മൂവബിൾ പ്രോപ്പർട്ടി, ലാൻഡ്, ഇതൊക്കെ ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് അസറ്റ്സ് നോട്ട് കൺസിഡർ ആസ് ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പോൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ടുള്ള അസറ്റ് ഏതൊക്കെയാണ്? ജ്വല്ലറി, ഡ്രോയിങ്സ്, പെയിന്റിങ്സ്, ലാൻഡ്, അങ്ങനെയുള്ള ഷെയറുകൾ, ഇതൊക്കെ നമുക്ക് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഓക്കെ, അതൊക്കെ നിങ്ങൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ് ഇതുണ്ട്: ജ്വല്ലറി, ഡ്രോയിങ്സ്, പെയിന്റിങ്സ്. ഇങ്ങനെയുള്ള ഡ്രോയിങ്സ് ഒക്കെ വിറ്റ് കഴിഞ്ഞാൽ അത് കിട്ടുന്ന ലാഭം നമുക്ക്, നമ്മൾ എന്തെങ്കിലും ചിത്രമൊക്കെ വരയ്ക്കുന്ന ആളാണെങ്കിൽ അത് വരച്ചിട്ട് വിറ്റ് കിട്ടുന്ന ലാഭം നമ്മൾ ക്യാപിറ്റൽ അസറ്റ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. ആർക്കിയോളജിക്കൽ കളക്ഷൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, ലാൻഡ്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള ക്യാപിറ്റൽ അസറ്റ്. നോട്ട് കൺസിഡർ ആസ് ക്യാപിറ്റൽ അസറ്റ് നോക്കാം. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. ഓക്കെ, റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. പക്ഷെ അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് ആണ്.
അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് ആണ്. ഇത്ര മാത്രം ശ്രദ്ധിക്കാം. റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. ഗ്രാമപ്രദേശത്ത് വാങ്ങുന്ന അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല. പക്ഷേ നഗരപ്രദേശങ്ങളിൽ വാങ്ങുന്ന അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് ആണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ദെൻ യെസ്, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലെ. ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ഒരു പ്രോബ്ലം കാണിച്ചു തരാം. STCG ക്വസ്റ്റ്യൻ ഈസിയാണ്. STCG നിങ്ങളോട് എക്സാമിന് ചോദിക്കാൻ സാധ്യത കുറവാണെങ്കിലും ഞാനിതൊരു ബേസിക്സ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് മാത്രം ഞാൻ ഇവിടെ ഉപയോഗിക്കുകയാണ്. അപ്പൊ നമുക്ക് എങ്ങനെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യാന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഇവിടെ പറഞ്ഞുതരാം. ഇത് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യത കുറവാണ്. നോർമലി LTCG ആണ് എക്സാമിന് ചോദിക്കാറുള്ളത്. കാരണം STCG എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നോക്കുക, സെയിൽസ് കൺസിഡറേഷൻ. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ആൻ അസറ്റ് ഈസ് പർച്ചേസ്ഡ് അറ്റ് rupees 10 lakh. 10 ലക്ഷം രൂപയ്ക്കാണ് അസറ്റ് വാങ്ങിയത്. 10 ലക്ഷം രൂപയ്ക്ക് നിങ്ങളൊരു ലാൻഡ് വാങ്ങി. ദെൻ 2019 1/5/2019 നിങ്ങൾ എന്ത് ചെയ്തത്? ആ അസറ്റ് വാങ്ങിയത്. ദെൻ 1/1/2020 എന്ത് ചെയ്തു? അത് വിറ്റു. 1/1/2020 20 ലക്ഷം രൂപയ്ക്ക് നിങ്ങൾ അത് വിറ്റു. 20 ലക്ഷം രൂപയ്ക്ക് അത് വിറ്റു. 10 ലക്ഷം രൂപയ്ക്ക് വാങ്ങിയ അസറ്റ് 20 ലക്ഷം രൂപയ്ക്ക് വിറ്റു. 1/5/2019 വാങ്ങിയിട്ട് 1/1/2020 എന്ത് ചെയ്തു? അത് വിറ്റു. അതായത് 2019 വാങ്ങിയത് 2020 വിറ്റു. ഒരു വർഷം പോലും ആയില്ല ആസറ്റ് യൂസ് ചെയ്തില്ല. ഒരു വർഷത്തിനുള്ളിൽ തന്നെ എന്ത് ചെയ്തു? ആസറ്റ് വിറ്റു. 36 മാസത്തിന് താഴെ വിൽക്കുകയാണെങ്കിൽ അത് എന്ത് ചെയ്യും? STCG ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. 2019 വാങ്ങിയ അസറ്റ് 2020 വിറ്റത്. 36 മാസം വരെ എന്താണ്? 36 മാസം വരെ ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ്. അപ്പൊ ഇത് ഷോർട്ട് ടേം ക്യാപിറ്റൽ അസറ്റ് ആണെന്ന് ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഫസ്റ്റ് നമുക്ക് FVC ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, സെയിൽസ് കൺസിഡറേഷൻ നോക്കാം. 20 ലക്ഷം രൂപയ്ക്കാണ് നമ്മൾ അസറ്റ് വാങ്ങിയത്. 20 ലക്ഷം രൂപയ്ക്കല്ല, 20 ലക്ഷം രൂപ എഴുതി. ദെൻ അതിൽ നിന്ന് എക്സ്പെൻസ്, ഇവിടെ ബ്രോക്കറേജ് എക്സ്പെൻസ് 1 lakh rupees എന്ന് പറയുന്നുണ്ട്. ക്വസ്റ്റ്യനിൽ ബ്രോക്കറേജ് എക്സ്പെൻസ് 1 lakh rupees കുറച്ചു. അപ്പൊ നമുക്ക് നെറ്റ് സെയിൽ കൺസിഡറേഷൻ 20 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം കുറച്ചപ്പോൾ 19 ലക്ഷം കിട്ടി. അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് നമ്മൾ ആസറ്റ് വാങ്ങിയ പ്രൈസ് ആണ്. വാങ്ങിയ പ്രൈസ് 10 ലക്ഷം രൂപയ്ക്കല്ലേ, 10 ലക്ഷം രൂപയ്ക്ക് നമ്മൾ വാങ്ങിയത് 10 ലക്ഷം രൂപ. 19 ലക്ഷത്തിൽ നിന്ന് 10 ലക്ഷം രൂപ കുറച്ചപ്പോൾ 9 ലക്ഷം രൂപ നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് STCG എത്ര കിട്ടി? 9 lakhs. 9 ലക്ഷം കിട്ടി. STCG 9 ലക്ഷം കിട്ടി. ഓക്കെ, അപ്പോൾ സെയിൽസ് കൺസിഡറേഷൻ എന്ന് പറയുന്നത് ആസറ്റ് വിറ്റ പൈസയാണ്. വിറ്റത് 20 ലക്ഷം രൂപയ്ക്ക്. അവിടെ എക്സ്പെൻസ്, ബ്രോക്കറേജ് എക്സ്പെൻസ് 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 19 ലക്ഷമായി. 20 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷം കുറച്ചപ്പോൾ അതിൽ നിന്ന് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ മീൻസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ ആസറ്റ് വാങ്ങിയ പൈസയാണ്. വാങ്ങിയ പൈസ എന്ന് പറയുന്നത് 10 ലക്ഷം രൂപയ്ക്കാണ് അത് വാങ്ങിയത്. 10 ലക്ഷം അതിൽ നിന്ന് കുറച്ച്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ക്വസ്റ്റനിൽ പറയുന്നില്ല. അതും കൂടി ഉണ്ടെങ്കിൽ അതും കൂടെ കുറയ്ക്കണം. അപ്പോൾ ഇതൊരു ബേസിക് ക്വസ്റ്റൻ ആണ്. STCG ചെയ്യാൻ വേണ്ടി പറ്റില്ല, ഒരു ബേസിക് ക്വസ്റ്റൻ ആണ്. ഇനി LTCG എങ്ങനെ ചെയ്യാൻ നോക്കാം. STCG നമ്മളൊന്ന് നോർമലായിട്ട് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു ചോദ്യമാണ്. LTCG ആണ് ഇനി കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് വരിക. LTCGയിൽ നമ്മൾ ഇൻഡെക്സ്ഡ് കാൽക്കുലേഷൻ ചെയ്യും. ഇൻഡെക്സ്ഡ് കാൽക്കുലേഷൻ അതെങ്ങനെ ചെയ്യും? നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ സെയിൽസ് കൺസിഡറേഷൻ അല്ലെങ്കിൽ FVC ആദ്യം തന്നെ എഴുതും. അതിൽ നിന്ന് എക്സ്പെൻസ് കുറക്കും. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽ കൺസിഡറേഷൻ കിട്ടും. അതിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് ഇവിടെ കുറക്കേണ്ടത്. നമ്മൾ നേരത്തെ ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ്. ഇവിടെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് കുറക്കുന്നത്. ദെൻ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് കുറക്കുന്നു. അപ്പോൾ നമുക്ക് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അതിൽ നിന്ന് എക്സംഷൻസ് ആയിട്ടുള്ള അണ്ടർ സെക്ഷൻ 54B, 54D, 54G ഒക്കെ കുറക്കുന്ന സമയത്ത് ടാക്സബിൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ ആദ്യം സെയിൽസ് കൺസിഡറേഷൻ, ദാറ്റ് ഈസ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ, FVC. അതിൽ നിന്ന് നമ്മൾ അസറ്റ് വിറ്റ പൈസ. ദെൻ അതിൽ നിന്ന് എക്സ്പെൻസ് കുറക്കാം. അപ്പോൾ നമുക്ക് നെറ്റ് സെയിൽസ് കൺസിഡറേഷൻ കിട്ടും. അതിൽ നിന്ന് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മൾ ഇൻഡെക്സ് ചെയ്യും. ഇൻഡെക്സ് ചെയ്യുന്ന എന്താണൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് ഇൻഡെക്സേഷൻ എന്ന് പറയുന്നത്? നിങ്ങൾ 2000 വാങ്ങിയ അസറ്റ് ആയിരിക്കും. 2000, അതായത് 2000 അത് വാങ്ങിയപ്പോൾ 2001 2000 വാങ്ങിയ സമയത്ത് അത് ചിലപ്പോൾ 10 ലക്ഷം രൂപയായിരിക്കും അസറ്റിന് ഉണ്ടാവുക. 2020 2000 വർഷത്തിൽ അത് വാങ്ങിയപ്പോൾ 10 ലക്ഷം രൂപയാണ് അസറ്റിന് പ്രൈസ് ഉണ്ടായിരുന്നത്. 2020 അതേ 10 ലക്ഷം ആയിരിക്കും. ചിലപ്പോൾ ആ 10 ലക്ഷം ഉള്ളത് 40 ലക്ഷം ആവാം. കാരണം ഇന്നത്തെ 40 ലക്ഷമാണ് അന്നത്തെ 10 ലക്ഷം. ഓക്കെ, ദാറ്റ് ഇസ് ദ ഡിഫറൻസ്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇൻഡെക്സേഷൻ ചെയ്യുന്നത്. ആ ഇൻഡെക്സേഷൻ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ അസറ്റിന്റെ വാല്യൂ നമുക്ക് ഇന്നത്തെ അസറ്റിന്റെ വാല്യൂ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? കമ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ അന്ന് വാങ്ങിയ അസറ്റ് ചിലപ്പോൾ 10 ലക്ഷം രൂപയ്ക്കായിരിക്കും. പക്ഷേ ഇന്ന് ചിലപ്പോൾ അത് 10 ലക്ഷം രൂപയ്ക്കൊന്നും ആയിരിക്കില്ല. ചിലപ്പോൾ 10 ലക്ഷം രൂപയുള്ളത് അന്ന് 10 ലക്ഷം വാങ്ങിയത് ചിലപ്പോൾ ഇന്നത്തെ 40 ലക്ഷം 50 ലക്ഷം ഒക്കെ ആവും. ദാറ്റ് ഈസ് ഇൻഡെക്സ്ഡ്. നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ ഇൻഡെക്സ് ചെയ്യുന്നത്. ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻറ്റു CIA, കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം.
കൺസേൺഡ് ഇയറിലെ ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഒന്നുകൂടെ ഞാൻ പറയാം. Cost of acquisition into CII of the year of transfer divided by CII of the year of acquisition. അതായത് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് CII എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെയാണ് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. CII ഓഫ് ദി ഇയർ ഓഫ് ട്രാൻസ്ഫർ, നമ്മൾ ആ അസറ്റ് വിൽക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന CII എത്രയാണ്, അതുപോലെ തന്നെ ആ അസറ്റ് വാങ്ങിയപ്പോൾ ഉണ്ടായിരുന്ന CII എത്രയാണ്, അതാണ് ഡിവൈഡ് ചെയ്യുന്നത്. അക്വിസിഷൻ ഉണ്ടാകുന്ന സമയത്ത് എത്രയാണ് CII ഉണ്ടായിരുന്നത്, അതുപോലെ തന്നെ സെല് ചെയ്ത സമയത്ത് എത്രയാണ് CII ഉണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ഇൻടു CII ഓഫ് ദ ഇയർ ഓഫ് ട്രാൻസ്ഫർ ഡിവൈഡഡ് ബൈ CII ഓഫ് ദ ഇയർ ഓഫ് ഇംപ്രൂവ്മെന്റ്. ദെൻ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കാം, നമ്മൾ അക്വിസിഷൻ 1/4/2001 മുൻപ് എടുക്കുകയാണെങ്കിൽ 1/4/2001 മുൻപാണ് നമ്മൾ അക്വിസിഷൻ നടത്തുന്നത്. അതായത് അസറ്റ് വാങ്ങുന്നത് 1/4/2001 മുൻപാണെങ്കിൽ, ബിഫോർ ആണെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് സാധാരണ ഇതിൽ നമ്മൾ ഇവിടെ അങ്ങനെയല്ല എടുക്കുക. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ ഈസ് ടേക്കൺ ആസ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. അത് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തുതരാം. ഇപ്പൊ നിങ്ങൾ ജസ്റ്റ് ഇത് മനസ്സിലാക്കുക. 1/4/2001 മുമ്പ് നിങ്ങൾ എന്തെങ്കിലും അസറ്റ് വാങ്ങുകയാണെങ്കിൽ ആക്ച്വൽ കോസ്റ്റ് ഓഫ് ദാറ്റ് അക്വിസിഷൻ, ആ അസറ്റ് വാങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്ന പ്രൈസും അല്ലെങ്കിൽ ആ ഒരു അസറ്റിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഏതാണോ വലുത് അതാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റിന്റെ കാര്യത്തിൽ ഇത് നമ്മൾ കൺസിഡർ ചെയ്യില്ല എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് ഈസി ആയിട്ട് മനസ്സിലാവും. ഇതാണ് കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 2001-2002 മുതൽ 2019-20 289 ആണ് 2019-20 കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വരുന്നത്, CII വരുന്നത്. 2020-2021 301 ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് CII എത്രയാണെന്ന് തരും. അപ്പോൾ നിങ്ങൾ അത് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈസിയാണ്. CII എത്രയാണെന്ന് ക്വസ്റ്റ്യനിൽ തരും. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിൽ 2019-20 വർഷത്തിൽ 289 ആണ് വരിക, 2020-2021 301 ആണ് വരിക. അതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ അത് വർക്കിംഗ് നോട്ട്സിൽ കാണിച്ചാൽ മതി. നിങ്ങൾ എടുത്ത വർഷം 2020-2021 ഞാൻ 301 എടുത്തിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ എടുത്തത് 2019-20 അതുകൊണ്ടാണ് 289 എടുത്തതെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, വർക്കിംഗ് നോട്ട്സിൽ കാണിച്ചാൽ മതി. ഓക്കെ, പ്രോബ്ലം നോക്കാം. യെസ്, ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ്. LTCG നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ള കാര്യം ഞാൻ പറയാൻ വേണ്ടി പോവുകയാണ്. 2 ചോദ്യങ്ങൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇതാണ്: മിസ്റ്റർ ജെറിൻ അവെയിൽഡ് എ ലോൺ ഓഫ് ₹10 lakh ഇൻ 1983-84. 1983-84 വർഷം 10 ലക്ഷം രൂപ ലോൺ എടുത്ത് അദ്ദേഹം എന്ത് ചെയ്തു, ഒരു വീട് കൺസ്ട്രക്ട് ചെയ്തു, വീട് വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം കുറച്ച് എക്സ്റ്റൻഷൻ, ആ ലോൺ, അതായത് ആ വീടിന് കുറച്ച് മോടി പിടിപ്പിക്കാൻ വേണ്ടി കുറച്ച് എക്സ്റ്റൻഷൻ കാര്യങ്ങളൊക്കെ ചെയ്തു. മോഡിഫിക്കേഷൻ, കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് നടത്തി. 7 ലക്ഷം രൂപ 89-90 വർഷവും 3 ലക്ഷം രൂപ 98-99 വർഷവും മോഡിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ദെൻ 2020 ജനുവരിയിൽ എന്ത് ചെയ്തു, അദ്ദേഹം ആ വീട് വിറ്റു. 83 വാങ്ങിയ വീടാണ്, 83-84 വർഷം വാങ്ങിയ വീടാണ് 2020 ജനുവരിയിൽ അദ്ദേഹം വിറ്റത്. കാരണം ഇത്രയും കാലം 36 മാസത്തിന് മുകളിൽ അസറ്റ് യൂസ് ചെയ്തിട്ട് അത് വിൽക്കുകയാണെങ്കിൽ അതിന് എന്താ പറയാ, ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നാണ് പറയാം. ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ എന്നല്ലേ പറയാം. അപ്പൊ ഇത് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലായി. കാരണം 83-84 വർഷത്തിൽ വാങ്ങിയ അസറ്റ് 2020 വിൽക്കുന്നത്. ദെൻ സെല്ലിംഗ് കമ്മീഷൻ 75,000 ആണ്. കോസ്റ്റ് ഓഫ് ആ സമയത്ത് ആ അസറ്റിനുണ്ടായിരുന്ന ഫെയർ മാർക്കറ്റ് വാല്യൂ 30 ലക്ഷമാണെന്ന് പറയുന്നുണ്ട്. കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 2001-2002 100ഉം 2019-20 289 ആണെന്നും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. അപ്പോൾ കോസ്റ്റ് ഇൻഫ്ലേഷൻ CII നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഫസ്റ്റ് വൺ, ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ. അസറ്റ് വിറ്റ പണം 80 ലക്ഷം രൂപയ്ക്കാണ് 2020 ജനുവരിയിൽ ആ അസറ്റ് 80 ലക്ഷം രൂപയ്ക്കാണ് വിറ്റത്. അത് നമ്മൾ ആദ്യം തന്നെ എഴുതി. അതിൽ നിന്ന് സെല്ലിംഗ് എക്സ്പെൻസ്, എന്തെങ്കിലും ബ്രോക്കറേജോ കമ്മീഷനോ ഒക്കെ ഉണ്ടെങ്കിൽ 75,000 രൂപ കമ്മീഷൻ ഉണ്ട്. 75,000 രൂപ കമ്മീഷൻ കുറച്ച്, 80 ലക്ഷത്തിൽ നിന്ന് 75,000 രൂപ കമ്മീഷൻ കുറച്ചപ്പോൾ 79,20,000 കിട്ടി. 79,20,000 കിട്ടി. ദെൻ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് വാങ്ങിയ പണം 10 ലക്ഷം അല്ലേ. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1/4/2001 മുൻപാണ് ആ അസറ്റ് വാങ്ങുന്നതെങ്കിൽ, ഇവിടെ 83-84 വർഷങ്ങളിലല്ലേ വാങ്ങിയത്, 1/4/2001 മുമ്പാണ് വാങ്ങിയതെങ്കിൽ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണോ ആ സമയത്ത് ഉണ്ടായിരുന്ന ഫെയർ മാർക്കറ്റ് വാല്യൂ ക്വസ്റ്റ്യൻ എത്രയാണ് പറയുന്നത്, 30 ലക്ഷം. ഇതിൽ ഏതാണോ ഹയർ അതാണ് നമ്മൾ എന്ത് ചെയ്യുക, കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആയിട്ട് എടുക്കാം. അപ്പോൾ 30 ലക്ഷം ആണോ 10 ലക്ഷം ആണോ ഹയർ, നമുക്കറിയാം 30 ലക്ഷമാണ്. അപ്പോൾ 30 ലക്ഷം നമ്മൾ ഇവിടെ എടുത്തു. 30 ലക്ഷം ഇൻറ്റു ഈ വർഷത്തെ
2019-20 വർഷത്തെ കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 289 ആണ്. 30 ലക്ഷം ഇൻറ്റു 289 ഡിവൈഡഡ് ബൈ 100. 2001-2 100ആണ്. 2001-2 കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 100 ആണെന്ന് പറയുന്നത്. അപ്പോൾ 2019 ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് ഓഫ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് 289 ആണ്. അപ്പോൾ 30 ലക്ഷം ഇൻറ്റു 289 ഡിവൈഡ് ബൈ 100. 30 ലക്ഷം ഇൻറ്റു 289 ഡിവൈഡ് ബൈ 100. അപ്പോൾ 86,70,000 രൂപ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ. ആ അസറ്റ് വാങ്ങിയത് 86,70,000 രൂപയ്ക്കാണ്. 86,70,000 രൂപയ്ക്കാണ്. അപ്പോൾ അതിന്റെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണോ, അപ്പോൾ ഫെയർ മാർക്കറ്റ് വാല്യൂ ആണ് ഹയർ എന്ന് എടുത്തു. അപ്പോൾ 30 ലക്ഷം കിട്ടി. അതിന്റെ ഇൻഡെക്സ്ഡ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു 86,70,000 രൂപ. അപ്പോൾ 79,25,000 നിന്ന് 86,70,000 കുറച്ചപ്പോൾ മൈനസ് ഫിഗർ ആണ് കിട്ടുക. അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ് കിട്ടുക. 7,45,000 മൈനസ് ഫിഗർ ആണ് കിട്ടുക. 7,45,000 മൈനസ് ഫിഗർ ആയതുകൊണ്ട് അതെന്താണ് ലോങ് ടേം ക്യാപിറ്റൽ ലോസ് ആണ്. ഓക്കെ, ദെൻ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ ഇംപ്രൂവ്മെന്റ് CII എന്ന് പറഞ്ഞ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആയിട്ട് 7 ലക്ഷവും 3 ലക്ഷവും ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണ് നമ്മൾ എടുക്കാറുണ്ട്? 1/4/2001 മുമ്പുള്ള ഒരു ഇംപ്രൂവ്മെന്റ് നമ്മൾ എടുക്കില്ല, ക്വസ്റ്റ്യനിൽ എടുക്കില്ല. പ്രത്യേകം ശ്രദ്ധിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റാണ്. 1/4/2001 മുൻപുള്ള 1/4/2001 മുമ്പാണോ നോക്കുക ഇംപ്രൂവ്മെന്റ് എക്സ്റ്റൻഷന് വേണ്ടി. ഇംപ്രൂവ്മെന്റ് എടുത്തത് 7 ലക്ഷം രൂപ 89-90 വർഷത്തിലും 3 ലക്ഷം രൂപ 98-99 വർഷത്തിലാണ്. 1/4/2001 മുമ്പല്ലേ, അത് നമ്മൾ കൺസിഡർ ചെയ്യില്ല. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് 1/4/2001 മുമ്പാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അതുകൊണ്ടാണ് ഞാൻ ഇതിവിടെ എടുക്കാറുള്ളത്. ഗോട്ട് ഇറ്റ്? വളരെ സിമ്പിൾ ആണ്. ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അസറ്റ് വിറ്റ പണം 80 ലക്ഷം. സെല്ലിംഗ് എക്സ്പെൻസ് പറഞ്ഞാൽ നമുക്ക് ബ്രോക്കറേജ് കമ്മീഷൻ അങ്ങനെയുള്ള കാര്യം 75,000 രൂപ. ദെൻ അത് അപ്പോൾ നമുക്ക് നെറ്റ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ മൈനസ് ചെയ്തപ്പോൾ 79,25,000 രൂപ കിട്ടി. അതിനോട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് ആണ് കുറയ്ക്കേണ്ടത്. കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് 1/4/2001 മുമ്പാണ് നമ്മൾ എടുക്കില്ല. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/4/2001 മുമ്പാണെങ്കിൽ 10 ലക്ഷം. ആ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 10 ലക്ഷമാണ്. ഫെയർ മാർക്കറ്റ് വാല്യൂ 30 ലക്ഷമാണ്. അതിലേതാണ് വലുത് അതാണ് എടുക്കുക. അപ്പോൾ 30 ലക്ഷമാണ് എടുക്കുക. 30 ലക്ഷം അത് ഇൻഡെക്സ്ഡ് വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യണം. 30 ലക്ഷം ഇൻറ്റു ലേറ്റസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണ്? 289. 30 ലക്ഷം 289. പഴയ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് എത്രയാണ്? 100. 30 ലക്ഷം ഇൻറ്റു 289 ഡിവൈഡ് ബൈ 100. അപ്പോൾ 86,70,000 കിട്ടും. 79,25,000 നിന്ന് 86,70,000 മൈനസ് ചെയ്യുമ്പോൾ 7,40,000 കിട്ടും. ഓക്കെ, ഗോട്ട് ഇറ്റ്. ദെൻ മിസ്റ്റർ സന്ദീപ്, സെക്കൻഡ് ക്വസ്റ്റ്യൻ. മിസ്റ്റർ സന്ദീപ് പർച്ചേസ്ഡ് എ ഹൗസ് പ്രോപ്പർട്ടി ഇൻ 1998 ഫോർ എ റുപ്പീസ് 2 ലക്ഷം രൂപയ്ക്കാണ് ആ ഹൗസ് വാങ്ങിയത്. 1998 വാങ്ങിയത്. ഇത് ഞാൻ പ്രത്യേകം പറയാണ്, 1/4/2001 മുൻപ് ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് 2 ലക്ഷം, ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ 2 ലക്ഷമാണ്. ഫെയർ മാർക്കറ്റ് വാല്യൂ ഓഫ് ദാറ്റ് ഹൗസ് പ്രോപ്പർട്ടി 5 ലക്ഷമാണ്. അപ്പോൾ 2 ലക്ഷമാണ് 5 ലക്ഷമാണോ വലുത്? 5 ലക്ഷം അല്ലേ. അപ്പോൾ നമ്മൾ 5 ലക്ഷമാണ് നമ്മൾ എന്ത് ചെയ്യും ഇവിടെ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ട്രീറ്റ് ചെയ്യാം. 1/4/2001 മുമ്പാണെങ്കിൽ മാത്രമേ ഉള്ളൂ. 1/4/2001 ശേഷം ഇവിടെ ഹൗസ് പ്രോപ്പർട്ടി വാങ്ങിയത് 1998 1/4/2001 ശേഷമാണെങ്കിൽ നമ്മൾ ഇങ്ങനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ദെൻ മിസ്റ്റർ സന്ദീപ് ഹൗസ് പ്രോപ്പർട്ടി വാങ്ങി 1998 വാങ്ങി. 2 ലക്ഷം രൂപയ്ക്കാണ് വാങ്ങിയത്. 2% കമ്മീഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ദെൻ he sold the house property during 2019-20 at 40 lakhs. Expenses being 10,000. Fair market value of the house property at 1/4/2001. Wait. ഞാൻ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ വായിക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. മിസ്റ്റർ സന്ദീപ് പർച്ചേസ്ഡ് എ ഹൗസ് പ്രോപ്പർട്ടി ഇൻ 1998 ഫോർ റുപ്പീസ് 2 lakh ആൻഡ് പേയിങ് 2% as commission. Then he sold the house during 2019-20 at 40 lakh. Expenses being 10,000. Fair market value of the house property on 1/4/2001 is 5 lakh. Compute the capital gain കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ചോദ്യം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സെയിൽസ് കൺസിഡറേഷൻ എത്ര രൂപയ്ക്കാണ് ഇത് വിൽക്കുന്നത്? 40 lakhs ആണ് ഇത് വിൽക്കുന്നത്. 40 lakhs എഴുതി. ദെൻ എക്സ്പെൻസ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയുന്നത് 10,000 രൂപയാണ്. 2% കമ്മീഷൻ പറയുന്നത് ആ കമ്മീഷന്റെ എമൗണ്ട് തന്നെ ആയിരിക്കും ഈ 10,000 രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. ഓക്കെ, എക്സ്പെൻസസ് ബീങ് 10,000 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ കമ്മീഷൻ തന്നെയാണ് ഈ എക്സ്പെൻസസ് നമ്മൾ ഇതിൽ കൊടുക്കുന്ന കമ്മീഷൻ തന്നെയായിരിക്കും. ആ കമ്മീഷൻ തന്നെയായിരിക്കും 10,000 രൂപ ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. അപ്പോൾ എക്സ്പെൻസസ് 10,000 രൂപ എടുത്ത് എഴുതി. 40 ലക്ഷത്തിൽ നിന്ന് 10,000 കുറച്ചപ്പോൾ 39,90,000 രൂപ കിട്ടി. ദെൻ 1/4/2001 മുമ്പാണെങ്കിൽ ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ആസറ്റ് വാങ്ങുന്നത് 2 ലക്ഷം രൂപയ്ക്കാണ്.
അതിന്റെ ഫെയർ മാർക്കറ്റ് വാല്യൂ ഏതാണോ 5 ലക്ഷമാണ്. അപ്പോൾ ഇതിൽ ഏതാണോ വലുത് അതാണ് നമ്മൾ എടുക്കുക. അപ്പോൾ 5 ലക്ഷം അല്ലേ വലുത്, അപ്പോൾ 5 ലക്ഷം എടുത്തു. 5 ലക്ഷം ഇൻറ്റു ഇൻഫ്ലേഷൻ ഇൻഡെക്സ് നോക്കാം. ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. അപ്പോൾ 2019-20 വെച്ച് നമുക്ക് എടുക്കാം. 2019-20 289 ആണ് വരിക, 2001 100 ആണ് വരിക. അപ്പോൾ 5 ലക്ഷം ഇൻറ്റു 289 ഡിവൈഡ് ബൈ 100. ഇപ്പോൾ ഈ ഇൻഫ്ലേഷൻ ഇൻഡെക്സ് സാധാരണ ഇതിൽ ക്വസ്റ്റ്യൻസിൽ തരാറുണ്ട്, ഈ ഒരു ക്വസ്റ്റ്യനിൽ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈസി വൺ, 5 ലക്ഷം ഇൻറ്റു 289 ഡിവൈഡ് ബൈ 100 14,45,000 ആണ് വരിക. അപ്പോൾ 39,90,000 നിന്ന് 14,45,000 കുറക്കുമ്പോൾ 25,45,000 രൂപയാണ് കിട്ടുക. ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ 2 ചോദ്യം കണ്ടു. ഏതൊക്കെയാണ് ക്യാപിറ്റൽ അസറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അതുപോലെ തന്നെ റൂറൽ അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് അല്ല, അർബൻ അഗ്രികൾച്ചർ ലാൻഡ് ക്യാപിറ്റൽ അസറ്റ് ആണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ അസറ്റിലുള്ള എക്സംഷൻ ഏതൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടു. പാർട്ട് 12 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ എനിക്ക് സ്ലൈഡ് ഉണ്ടാക്കാനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് പെട്ടെന്ന് എടുത്തു തന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ LTCGയുമായി ബന്ധപ്പെട്ടുള്ള 2 ചോദ്യങ്ങൾ, STCGയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യം, ബേസ് ക്വസ്റ്റ്യൻ, അങ്ങനെ ടോട്ടൽ 3 ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നതാണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ 2001 മുൻപാണെങ്കിൽ 1/4/2001 മുമ്പാണെങ്കിൽ നമ്മൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ എടുക്കുന്ന സമയത്ത് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഓർ ഫെയർ മാർക്കറ്റ് വാല്യൂ വിച്ച് എവർ ഈസ് ഹയർ ആണ് എടുക്കുക. 2001 ശേഷമാണെങ്കിൽ അങ്ങനെ ഒരു കാര്യമില്ല. ഓക്കെ, അപ്പോൾ അത്രയും മാത്രമേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.